നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്ന ആളുകളാ? ആർപ്പുകര. ആർപ്പുകര. ആദ്യമായിട്ടാണ് ഇത്ര ഒരു എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു. ഞങ്ങൾ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട്, എന്നാലും നല്ലതായിരുന്നു. കൊച്ചിയില് പോലല്ലല്ലോ, കോട്ടയത്ത് എങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണാൻ? കോട്ടയത്ത് വരുന്നത് നല്ലത് തന്നെയാണ്. കോട്ടയത്ത് കഴിഞ്ഞ വർഷം നല്ലത് തന്നെയായിരുന്നു. ഇവിടുത്തെ എന്താണ് ന്യൂ ഇയർ പരിപാടികൾ? ഇതാണ് ഇത്തവണ പ്ലാൻ തരുന്നത്. സാധാരണ യൂഷ്വലി കൊച്ചിയിലും ആലപ്പുഴ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് വ്യത്യസ്തമായിട്ട് കോട്ടയത്ത് പോകുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ദിവ്യ, നേരത്തെ ഇങ്ങനൊരു മൂഡ് കോട്ടയത്ത് ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായാണ് കോട്ടയത്തും ഇത്തരത്തിലൊരു കുട്ടൻ പാപ്പാഞ്ഞി കത്തിക്കുന്നതിന്റെ കലാപരിപാടികളുടെ വൈബൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ക്രൗഡാണ് ഇവിടെ. ഒരു 10,000 ആളുകളോളം പലയിടങ്ങളിലായി ഉണ്ട്. പല ആളുകളും ഇങ്ങനെ കുടുംബമായും കുഞ്ഞുങ്ങളായും ഒക്കെ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടാവും. വൈകുന്നേരം 6 മണിയോടുകൂടി വിവിധ കലാപരിപാടികൾ ആരംഭിച്ച് ഇപ്പോൾ ഗാനമേളയാണ് ഇവിടെ സ്റ്റേജിൽ പുരോഗമിക്കുന്നത്. വലിയ ആഘോഷമാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? നല്ല മൂഡിലാണ്. പുതുവത്സര ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫാമിലിയായും ഒക്കെയും ആളുകളുടെ വലിയ പങ്കാളിത്തം ഇവിടെയുണ്ട്.